ലുട്ടു നീ ഒന്ന് വെക്ക്, എനിക്ക് ക്ലാസ്സിൽ പോണം, വൈകിട്ട് സംസാരിക്കാം. അവളുടെ ഒരു ക്ലാസ്സിൽ പോക്ക്. ഏത് ഡ്രസ്സാ ഇട്ടേക്കുന്നത്? ആദ്യം കഴുത്തിറങ്ങിയൊന്നും ഇടാൻ നിൽക്കണ്ട. അതേമാതിരി ഡാർക്ക് കളറും ഷോള് മറക്കാതെ ഇട്ടോണം കേട്ടല്ലോ. പിന്നെ ഏതെങ്കിലും അമ്മമാരുടെ മുഖത്ത് നോക്കി ഞാൻ അറിഞ്ഞ ബ്രേക്ക് ടൈമിൽ ഒറ്റയ്ക്ക് ഇരുന്നാ മതി. എന്നിട്ട് വീഡിയോ കോളിൽ വിളിച്ചെന്നെ കാണിക്കണം എവിടെയാണ്. ശ്വാസം വിടാമോ അതോ നോക്കി പഞ്ഞി വെച്ച് പോണോ? മോളെ, എനിക്ക് ഈ പെണ്ണുങ്ങൾ ഒച്ചയെടുക്കണമെന്ന് കേട്ടാലേ കാരണം പൊളിക്കാൻ തോന്നും. നീയേ ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി, കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. അല്ലെ നീ ഇന്ന് ക്ലാസ്സിൽ പോകണ്ട. ലുട്ടു എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ഉള്ളൂ, നീ ഒന്ന് വെക്ക്. നിനക്ക് ആണുങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല. പിന്നെ കഴിഞ്ഞ ദിവസം ബസ് സ്റ്റോപ്പിൽ നീ ഏതോരത്തിനോട് സൊള്ളിക്കൊണ്ട് നിൽക്കണത് സതീഷ് കണ്ടല്ലോ. അതാരും വഴി ചോദിച്ചതാ ലുട്ടു. ഇവനൊക്കെ വഴി വയ്ക്കാൻ നിന്നെ കിട്ടിയുള്ളോ? എന്നാ നീ എന്നെ അപ്രത്യക്ഷയാക്ക്. നീ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ വല്ല മൈൻഡ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ എന്താ പൊട്ടിയോ? നിനക്ക് ഞാനാണോ വലുത് മറ്റുള്ളവരാണോ? നീ ആ ലുട്ടു. എനിക്ക് പഠിച്ചത് റിവിഷൻ ചെയ്യാനുണ്ട്, ഞാൻ പൊക്കോട്ടെ. നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? എന്താ പിന്നെ ഞാൻ സംസാരിച്ചോണ്ട് നീ വിഷയം മാറ്റുന്ന എന്തിനാടി? നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരും നിന്റെ കോളേജിലോട്ട്. എനിക്ക് ഇന്ന് രണ്ടിലൊന്നും അറിയണം. ഇന്നത്തെ ദിവസവും പോയി, സാരമില്ല, ഇതിപ്പോ പതിവായില്ല. സോന, എടോ താ എവിടെയാ? തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എപ്പോഴും ഫോൺ ബിസിയാ. ഞങ്ങൾ വന്നതേ കഴിഞ്ഞ ആനുവൽ ഡേക്ക് നാം ഒരു കവിത അവതരിപ്പിച്ചില്ലേ, അതുപോലൊരു കവിത ഇപ്രാവശ്യം കോളേജ് മാഗസീനിൽ വേണം. ഞാൻ കോളേജുമായിട്ടുള്ള അവസാന വർഷമാണ്, പ്രശ്നം നമുക്ക് പൊളിക്കണ്ടേ? പിന്നെ ഈ വർഷത്തെ മാഗസീനിലെ ആർട്ടിക്കിൾസ്, റൈറ്റപ്സ്, പോയട്രി എല്ലാം നല്ല ബെസ്റ്റ് ആയിരുന്നു. പിന്നെ താനെന്ന് അവതരിപ്പിച്ച കവിത അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താടോ ബുദ്ധിമുട്ടാവോ? ഓ ഇനിയിപ്പോ ബുദ്ധിമുട്ടതിന് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്, നമ്മുടെ കോളേജിന്റെ കാര്യത്തിനല്ലേ. സോനൊന്ന് ശ്രമിച്ചു നോക്കൂ. കാറ്റ് പോലെ എന്തോ വന്നുപോയി. അത് കാറ്റല്ല, കാലൻ. അണപ്പിലിളകി. ആരാണെങ്കിലും അവൻ തീർന്നു. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പിള്ളേർ തുറന്നാ. അല്ല, അവൻ ആയും തല്ലിയത് ഇവളെയല്ലേ? സോന ആരത്? മനസ്സിലായില്ല? അപ്പൊ എനിക്ക് മനസ്സിലായില്ല. ഇവിടെ കാലൻ. അവനെ തേച്ചാലും നീ ചാവും, അവന്റെ കൂടെ പോയാലും വിളിച്ചാവും. ഇവനൊക്കെ കളഞ്ഞാലും അതിനെ തേപ്പെന്നാ പറയാ. അപ്പൊ ഈ നാട്ടില് സ്വയരക്ഷയ്ക്ക് പറഞ്ഞ നിയമമൊന്നുമില്ല. എടാ സുഖു, അവൻ എന്തിനാടാ നമ്മളെ തല്ലിയത്? എന്റെ കൂടെ കണ്ടതിന് ആണുങ്ങൾ ആരെങ്കിലും എന്നോട് സംസാരിക്കുന്നത് ലുട്ടൂന് ഇഷ്ടല്ല. എന്റെ ചേട്ടാ 10-15 വയസ്സുള്ളപ്പോ ഏതോ കഷ്ടാലം പിടിച്ച് നേരത്തെ എന്റെ പുറകെ നടന്ന് എന്നെ കൊണ്ട് ഇഷ്ടമെന്ന് പറയിപ്പിച്ചതാ. അന്ന് തുടങ്ങി ഇന്ന് വരെ എന്റെ ആങ്ങളമാരോടുകൂടി മര്യാദയ്ക്കൊന്ന് സംസാരിച്ച കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കും. വൃത്തിയായിട്ടവൻ വൃത്തിയായിട്ടുണ്ടാ ഇല്ലെങ്കിൽ ഞാൻ എന്താ രക്ഷപ്പെട്ടത്? മിണ്ടാതിരിക്കും, അടുത്ത അടി വാങ്ങിച്ചു കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടാക്കുന്നത്. താൻ പേടിക്കാതെ കോൾ എടുക്ക്. ഫസ്റ്റ് ബെല്ലെടുത്തില്ല, തിരിച്ചു വിളിക്കുക. എടാ വേണ്ട, അവളുടെ കാര്യം അവള് നോക്കിക്കോളൂ. എന്തിനാടാ ഞാനീ മേടിച്ചത്? എന്തറിഞ്ഞിട്ടാ അവൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ. സോന, പേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും പേടിച്ച് വല്ലവനും അടിമയായിട്ടിരിക്കേണ്ടി വരും. നീ ഒരിക്കൽ നിനക്ക് വേണ്ടി സംസാരിച്ചാൽ പിന്നെ നിനക്ക് അഭിമാനത്തോട്ട് തലയൊട്ട് പിടിച്ച് ജീവിക്കാം. എന്താടാ കഴിഞ്ഞോ നിന്റെ അഴിഞ്ഞാട്ടം? ഇപ്പോഴും അമ്മയുടെ കൂടെ ഏതാടി അവനൊക്കെ? എനിക്ക് തോന്നിയെടുത്താ നീ എന്ത് ചെയ്യും? ഓ, എന്നെ ചതിച്ചിട്ട് നീ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. അതിന് നിന്റെ സമ്മതം ആരാടാ ചോദിച്ചേ? നീ സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ പിറകെ നടന്ന് ശല്യം ചെയ്തില്ലേ? അതിനെ സ്റ്റോക്കിംഗ് എന്ന് പറയും. ഇഷ്ടമുണ്ടെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞ് ബലം പിടിച്ച് കിസ് ചെയ്തില്ലേ? അതിനെ മൊലസ്റ്റേഷൻ എന്ന് പറയും. അന്ന് ഞാൻ മൈനർ ആയിരുന്നു. എന്നെ പറഞ്ഞ് അത്രയും കാലം പറ്റിച്ചതിന് മാനിപ്പുലേഷൻ എന്ന് പറയും.
പിന്നെ നിന്നെ വിട്ടിട്ട് പോയാൽ നീ ചത്തു കളയെന്ന് പറഞ്ഞ് എന്നെ ഇത്രയും കാലം ഭീഷണിപ്പെടുത്തിയില്ലേ? അതിന് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയും. അറ്റംപ്റ്റ് ടു സൂയിസൈഡിന് വകുപ്പ് വേറെയും. ഞാൻ ഇത്രയും കാലം അനുഭവിച്ച ട്രോമയിൽ നിന്ന് എനിക്കിനി ഒരു തിരിച്ചുപോക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ട കൂട്ടുകാരോ വർഷങ്ങളോ ദിവസങ്ങളോ എന്റെ സോഷ്യൽ ലൈഫ് ഒന്നും എനിക്കിനി തിരിച്ചു കിട്ടില്ല. പക്ഷെ നിനക്കെതിരെ ഞാൻ നിയമപരമായിട്ട് തന്നെ നീങ്ങും. വേണ്ട പൊന്നൂസേ, വേണ്ട. നീ ഇപ്പം എൻ്റെ പൊന്നൂസല്ല. എൻ്റെ പൊന്നൂസ് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇനി നീ ലുട്ടുവിനെ കാണില്ല. എന്നാലും ആത്മാർത്ഥ സ്നേഹത്തിന് ഈ ലോകത്ത് ഒരു വിലയില്ലേ പൊന്നൂസേ? ഇല്ല പൊന്നൂസേ? ഹലോ ഹലോ. അതുവരെ കലിപ്പനായിരുന്ന ലുട്ടു കട്ടക്കലിപ്പനായി. ആത്മാർത്ഥ സ്നേഹത്തെ പ്രായിക്കൊണ്ട് ലുട്ടു യാത്രയായി. അവന്റെ കോപത്തെ ശമിപ്പിക്കാൻ ഹിമാലയങ്ങൾക്കേ കഴിയുമെന്ന് മനസ്സിലാക്കിയ ലുട്ടു അവിടേക്ക് യാത്രയായി. ശുഭം.